ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇനി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അരിപ്പൊടി കൊണ്ടുള്ള തെരളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റായ തെരളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പം ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. തെരളി ഉണ്ടാക്കാനായിട്ട് ഒരു തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ തേങ്ങയ്ക്കകത്ത് ഈ ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 10 പഴവും അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കയും കൂടെ ഞാൻ മിക്സിക്കകത്ത് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പം പഴം നമ്മൾ നേരിട്ട് തന്നെ തേങ്ങയ്ക്കകത്ത് ചേർത്താൽ ചൊവ്വിന് നമുക്കത് റെഡിയായി കിട്ടത്തില്ല. അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സിക്കകത്ത് അരച്ചെടുത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇന്ന് തെരളി ഉണ്ടാക്കാൻ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തെരളി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുഴച്ചെടുത്തതിന് ശേഷം മധുരം ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ കുറേശ്ശെ മാവിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ തെരളിയില എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് തെരളിയില. അപ്പോൾ ആദ്യം തെരളിയില എടുത്ത ശേഷം അതിലേക്ക് ഇലയ്ക്കകത്ത് കുറച്ച് മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മടക്കുക, വീണ്ടും വെച്ച് കൊടുക്കുക. ഇതേ രീതിയിലാണ് കേട്ടോ തെരളിയില ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പല സ്ഥലത്തും പല രീതിയിലാണ് തെരളി ഉണ്ടാക്കിയെടുക്കുന്നത്. ചില സ്ഥലത്ത് വയണയില എന്ന് പറയും, ഞങ്ങൾ പറയുന്നത് തെരളിയില എന്നാണ് കേട്ടോ. ഞങ്ങൾ ഇതേ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്, വയണയപ്പമെന്നും കുമ്പിളപ്പമെന്നും. നമ്മളിവിടെ പറയുന്നത് തെരളി എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളെ സ്ഥലത്ത് ഏതാണ് പേരെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ്സ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഇഡ്ഡലി പാത്രം സ്റ്റൗവിനകത്ത് വെച്ചു, അതിൻ്റെ മുകളിലേക്ക് ഒരു തട്ടും വെച്ചിട്ടുണ്ട്. ഇനി അതിന് തട്ടിൻ്റെ മുകളിലേക്ക് തെരളി ഞാൻ അടുക്കി വെക്കുകയാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം ആവിയിൽ. അപ്പം ഓരോന്നോരോന്നായിട്ട് അടുക്കി വെക്കുകയാണ്. ആവിയിൽ വേവിച്ചിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പം തെരളി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ല. നമുക്ക് അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു തെരളി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ്, നല്ല സോഫ്റ്റുമാണിത്. അപ്പം നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്സ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതേപോലെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.